ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്കെ ഞാൻ അടിമയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുത്, എന്നാലും അവർ ഹാപ്പി ആണെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. പക്ഷെ നമുക്കത് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, നമ്മൾ വീഡിയോ ചെയ്യുകയാണ്, അത് കാണാൻ ആൾക്കാരുണ്ട്, അവർ കമൻറ്റ് ചെയ്യുന്ന എൻഗേജ്മെൻറ്റിന് ഉൾപ്പെടെ നമുക്ക് പൈസ കിട്ടുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യം. അതും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എവിടെയായിരിക്കും ആളുകൾക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ കാര്യം? ഞാൻ തന്നെ എൻ്റെ സംസാര രീതി ഇഷ്ടമല്ല. ആരോ ചിലർ പറയുന്നത് ഞാൻ ഭയങ്കര പുച്ഛമാണ് എല്ലാത്തിനോടും, എനിക്കാരെയും ബഹുമാനിക്കാൻ അറിയത്തില്ല, ഇങ്ങനെ ചിലരുടെ സംസാര രീതികളുണ്ടല്ലോ അല്ലേ. ആൾക്കാർ പറയും എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ പറയും, പണ്ട് ദേവിക ജീൻസും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ദേവിക ഫുൾ ഒരുമാതിരി വൃത്തിയായിട്ട് ഡ്രസ്സിങ്ങിലോട്ട് മാറി സത്യം. അപ്പം ഇതെനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല പറയാൻ. ഒന്ന്, കല്യാണത്തിന് മുന്നേ ഞാൻ വളരെ മെലിഞ്ഞിട്ടിരുന്നതായിരുന്നു. എനിക്ക് ജീൻസ് ഇടാൻ അവകാശം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്, പക്ഷെ എനിക്ക് ഇവിടുന്ന് മുകളിലോട്ടുള്ള ടോപ്പ് ഇടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് അല്ല, അച്ഛൻ പ്രശ്നമില്ല, അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നോട് എല്ലാവരും വീട്ടിലും പറയല്ലോ, നീ കല്യാണം കഴിഞ്ഞേച്ച് എന്ത് വേണമെങ്കിൽ ചെയ്തോ, അമ്മ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഞങ്ങൾ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുള്ളൂ, ഗോവ പോകണം എന്ന് പറഞ്ഞു. പോയില്ലേ മണിയില്ല, കല്യാണത്തിന് മുന്നേ ഒന്ന് ഗോവ പോകണം എന്ന് വിചാരിച്ചു, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം എവിടേക്കെങ്കിലും പോകണം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ചെയ്തോളൂ, ഇതായിരുന്നു ടിപ്പിക്കൽ അമ്മ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു.